എന്നതുപോലെ നിശബ്ദമായി കടന്നുപോയ ഒരു അധ്യയന വർഷം. ആ വർഷത്തിനിടയിൽ നമ്മുടെ കുട്ടികൾ നെയ്തെടുത്ത ഓരോ സ്വപ്നവും, അവർ ചിന്തിയ ഓരോ തുള്ളി വിയർപ്പും ഇന്ന് ഈ വേദിയിൽ കലയുടെ വർണ്ണക്കാഴ്ചകളായി വിരിയുകയാണ്. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിന് ഇത് വെറുമൊരു ആനുവൽ ഡേ മാത്രമല്ല, രജത ജൂബിലിയിലേക്കുള്ള പ്രവേശനം കൂടിയാണ്. കാലത്തിന്റെ പ്രവാഹത്തിൽ 24 വർഷങ്ങൾ എന്നത് കേവലം അക്കങ്ങളല്ല, മറിച്ച് ആയിരക്കണക്കിന് കുരുന്നുകളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ, പരിമിതികളെ ആത്മവിശ്വാസം കൊണ്ട് തോൽപ്പിച്ച ഒരു വലിയ പ്രയാണത്തിന്റെ കഥയാണ്. പ്രതിസന്ധികളിൽ തളരാതെ സ്നേഹം തണലായി വിരിച്ച് നമ്മുടെ വിദ്യാലയം ഇന്ന് തലയുയർത്തി നിൽക്കുന്നു. ഇന്ന് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ 24ാം വാർഷികം ആഘോഷിക്കാനാണ്. എന്നാൽ ഈ ആഘോഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ വിദ്യാലയം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ സിൽവർ ജൂബിലി എന്ന നാഴികക്കല്ലിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. വെള്ളി വെളിച്ചം വിതറുന്ന ആ രജത ജൂബിലി വർഷത്തിലേക്കുള്ള ആവേശകരമായ ഒരു പ്രവേശനം കൂടിയാണ് ഇന്നത്തെ കലാവസന്തം. കഴിഞ്ഞ 24 വർഷം നാം കാത്തു സൂക്ഷിച്ച ആത്മബന്ധത്തിൻ്റെ തുടർച്ചയാണിത്. ഈ വിജയയാത്രയിൽ നമ്മുടെ ശക്തിയായി നിന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയും സമർപ്പണവുമാണ്. ഒപ്പം തളരാതെ കൂടി നിന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളും അധ്യാപകരും ഈ സ്ഥാപനത്തിൻ്റെ തൂണുകളാണ്. നമ്മുടെ മക്കളുടെ ഓരോ കൊച്ചു ചുവടുകളും ലോകത്തിനു മുന്നിൽ വലിയ വിജയങ്ങളായി മാറിയത് നിങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ടാണ്. ശാരീരിക, മാനസിക, ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാനുള്ള വഴിയൊരുക്കി അവർക്ക് തണലായി മാറുക എന്ന ലക്ഷ്യത്തോടെ പാവങ്ങളെ നിധിയായി കരുതി സ്നേഹിച്ച ഞങ്ങളുടെ പുണ്യപിതാവ് ബഹുമാനപ്പെട്ട അബ്രഹാം കൈപ്പമ്പ്ലാക്കൽ അച്ഛനാൽ നട്ടു നനച്ചു വളർത്തപ്പെട്ട SMS സമൂഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമാണ് ഈ സ്കൂൾ. 1987 പ്രതീക്ഷ എന്ന പേരിൽ ആരംഭിച്ച ഈ സ്കൂൾ ചില സാങ്കേതിക കാരണങ്ങൾ 2002 മുതൽ സ്നേഹാരം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് ഈ വിദ്യാലയം 24ാം വർഷത്തിന്റെ സമാപ്തിയിൽ എത്തി നിൽക്കുന്നു. അതോടൊപ്പം സിൽവർ ജൂബിലിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. കഴിഞ്ഞ 24 വർഷങ്ങളായി ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അറിവിന്റെ അമൃതം പകർന്നു നൽകി പരിമിതികളെ അതിജീവിച്ച് മുന്നേറാൻ കരുത്തു പകർന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ ചൈത്രയാത്രയിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ്. 2.5 പതിറ്റാണ്ടിന്റെ ഈ സുന്ദരമായ ഓർമ്മ പുതുക്കിക്കൊണ്ട് അറിവിന്റെയും കലയുടെയും ഈ മഹോത്സവം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. അറിവിന്റെയും സ്നേഹത്തിന്റെയും ഈ തിരുമുറ്റത്ത് ഒത്തുചേർന്ന നിങ്ങളെവരെയും കൃത്യമായി വരവേൽക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. വാക്കുകൾക്കും അപ്പുറം താളവും ലയവും സമന്വയിപ്പിക്കുന്ന ഒരു ദൃശ്യവിരുന്നിലൂടെ ഈ വാർഷിക ആഘോഷത്തിന് തുടക്കം കുറിക്കാം. വിരിയുന്ന പൂക്കൾ പോലെ, ഒഴുകുന്ന പുഴ പോലെ മനോഹരമായ ഭാവങ്ങളുമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾ അവതരിപ്പിക്കുന്ന സ്വാഗത നൃത്തം. ഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ ആദിനാദം അനശ്വര ഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ അവിരാമം മുഴങ്ങുന്നു
തടമാകെ ആഴമാ ശാന്തമാ സ്വർഗീയനാദമേ പ്രണാമം പ്രണാമം ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ ആദിമവചനത്തിൻ ശംഖൊലിനാദത്തിൽ ആദ്യമുണർന്നു ഈ ഉലകം സത്യസനാതനനാദതരംഗത്തിൽ ആകാശഗോളങ്ങൾ രൂപിതമായി ആദിപരമ്പൊരുളേ ഉറവിടമേ ആദിപരമ്പൊരുളേ ജീവൻ ഉറവിടമേ വേദങ്ങൾ പാടും ആത്മരൂപം നീയേ സർവധർമ്മ നിത്യ സത്യം നീ വേദങ്ങൾ പാടും ആത്മരൂപം നീയേ സർവധർമ്മ നിത്യ സത്യം നീയേ അമഹൃദയത്തിൻ തമ്പുരുവിൻ നീ ആദിമനാദത്തിൻ പാവന ശ്രുതിയിലറിഞ്ഞു സ്വയം സ്വരസാഗരമായി നവ പുകഴുകൾ പാടുന്നു നിത്യ ചൈതന്യമേ നിത്യ ചൈതന്യമേ ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ മതദർശനങ്ങളി മണ്ണിലുണർന്നു മോക്ഷമാം നിൻ മാർഗം ധ്യാനിക്കുവാൻ വേദസദ്ഗ്രന്ഥങ്ങൾ ആകെ നിറഞ്ഞു നിന്റെ നിഗൂഢമാ ജ്ഞാനമതും ഒടുവിൽ മാനവനാ ഒടുവിൽ മാനവനായി മണ്ണിൽ നീ വന്നു ജന്മങ്ങൾ തേടും സ്നേഹഗീതം നീയേ രക്ഷയേകും രക്തപുഷ്പം നീ ജന്മങ്ങൾ തേടും സ്നേഹഗീതം നീയേ രക്ഷയേകും രക്തപുഷ്പം നീയേ അമഹൃദയത്തിൻ തമ്പുരുവിൻ നീ ആദിമനാദത്തിൻ പാവന ശ്രുതിയിലറിഞ്ഞു സ്വയം സ്വരസാഗരമായി നവ
ശ്രുതി പോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ കുട്ടികളെ, അക്ഷരങ്ങളുടെ ഗണത്തിൽ ആത്മജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തേടി നമ്മുടെ വിദ്യാലയം കൂടുതൽ ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് ഉയരുകയാണ്. പിന്നിട്ട കാലത്തിന്റെ വഴിത്താരകളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടവും പുതിയ ലക്ഷ്യങ്ങളുടെ ചെറുത് നെയ്യലുമാണ് ഓരോ വാർഷിക ആഘോഷവും. ആ തിരിഞ്ഞു നോട്ടത്തിന്റെ ഓർമ്മയിൽ തെളിയുന്ന കാഴ്ചകൾ നമ്മെ വിസ്മയിപ്പിക്കുന്നു, അഭിമാന പുളകിതമാക്കുന്നതുമാണ്. ഇന്ന് 24ാം വാർഷിക ആഘോഷ നിറവിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിദ്യാലയവും നേട്ടങ്ങളുടെയും മികവിൻ്റെയും വിശാലമായ ജലാശയങ്ങൾക്ക് മീതെയാണ് ചിറകുവെളുത്തി നിൽക്കുന്നതെന്ന് നമുക്ക് അഭിമാനിക്കാം. കാലാകാലങ്ങളിലായി ഇവിടെ സേവനം ചെയ്ത എല്ലാ അധ്യാപകരുടെയും ഭരണ സംവിധാനങ്ങളുടെയും കാലാകാലങ്ങളിലായി മാറി വന്ന PTA-യുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയുടെയും ലക്ഷ്യബോധത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും മികവിലാണ് ഇന്ന് ഈ വിദ്യാലയം അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ഊടും പാവും നെയ്യാൻ ശ്രമിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ്. അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കുർബാനയ്ക്ക് കടന്നു വരുന്നു. ഒപ്പം കുട്ടികളോടൊപ്പം ആയിരുന്നുകൊണ്ട് അവരുടെ ഓരോ നേട്ടങ്ങളിലും അവർക്ക് ഒത്തിരിയേറെ പ്രോത്സാഹനം നൽകുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ. അച്ഛൻ കടന്നു വരുന്ന ഓരോ നിമിഷങ്ങളിലും കുർബാനയ്ക്ക് ശേഷവും ഈ കുഞ്ഞുങ്ങളുമായിട്ട് വർത്തമാനങ്ങൾ പറയുവാനും അവരുടെ ഓരോരോ വർത്തമാനങ്ങൾ കേൾക്കുവാനും അച്ഛൻ ഒത്തിരിയേറെ താല്പര്യത്തോടെ കുട്ടികളുടെ കൂടെ ആയിരിക്കുവാനും ശ്രമിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുള്ള കാഴ്ചയാണ്. കുട്ടികളുടെ ഓരോ നേട്ടങ്ങൾ അറിയുമ്പോൾ അവരെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ. സ്നേഹനിർഭരമായ പെരുമാറ്റ ശൈലിയും ഇടപെടലും പ്രാർത്ഥനാ നിർഭരമായ ജീവിതവും കൈമുതലാക്കിയ അച്ഛനെ ഇന്നത്തെ ഈ വാർഷികാഘോഷ പരിപാടിയിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ കുമാരി ദിയ ബിനു പുളിക്കക്കണ്ടമാണ്. തന്റെ ചെറുപ്രായത്തിൽ തന്നെ പാലാ നഗരസഭയെ നയിക്കുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ പല പ്രാവശ്യം ഇവിടെ കടന്നു വരികയും കുട്ടികളുമായി സംസാരിക്കുകയും അവരോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്വമായ പെരുമാറ്റവും ജീവിത ലാളിത്യവും സ്നേഹനിർഭരമായ ഇടപെടലുകളുമൊക്കെ ജീവിതത്തിൽ വിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് കുമാരി ദിയ ബിനു എന്ന് പറയുന്നതിൽ വിശേഷം സംശയമില്ല. തന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ കുമാരി ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വാർഷിക ആഘോഷത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന റവറൻഡ് ഡോക്ടർ ഉല്ലാസ് വട്ടംതൊട്ടിൽ അച്ഛനാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ ഭവനത്തിന്റെ അച്ഛനൊരു ഉപകാരിയാണ്. അച്ഛൻ ഇടയ്ക്ക് ഇവിടെ സന്ദർശിക്കുകയും ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും കുട്ടികളുടെ ഓരോ നേട്ടങ്ങളിൽ അച്ഛനേറെ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഏറ്റവും സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ വാർഷിക ആഘോഷത്തിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ട് അവതരിപ്പിച്ച് സംസാരിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ റോസ്മിത തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ഈ സ്കൂളിനെ ഇത്രയും ഉന്നതങ്ങളിൽ എത്തിക്കുവാൻ സാധിച്ചു. പ്രസന്നവദനവും കാരുണ്യം നിറഞ്ഞ തന്റെ സ്വതസിദ്ധമായ ജീവിതശൈലിയും അടയൊഴിച്ച ദൈവാശ്രയ ബോധവും ഈ കുഞ്ഞുങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹവും കരുണയും സിസ്റ്ററിന്റെ ജീവിതത്തിന്റെയും മുഖമുദ്രയാണ് എന്ന് പറയുന്നതിൽ ഒട്ടും സംശയമില്ല. ഇന്നത്തെ ഈ വാർഷിക ദിനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ റോസ്മിതയെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ടോണി തോട്ടത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വാർഡ് കൗൺസിലറായിരുന്നു. അതിലുപരി ഞങ്ങളുടെ ഈ ഭവനത്തിലെ ഒരംഗം കൂടിയാണെന്ന് പറയുന്നതിൽ ഒട്ടും നിശേഷ സംശയമില്ല. ഇവിടുത്തെ ഏത് ആവശ്യത്തിനും ശ്രീമതി സിജി ടോണി ഇവിടെ ഓടി എത്താറുണ്ട്. അതോടൊപ്പം കുട്ടികളോടൊപ്പം ആയിരിക്കുവാനും അവരോട് സംസാരിക്കുവാനും ഓരോ നേട്ടങ്ങൾ കുട്ടികൾ നേടുമ്പോൾ അതൊക്കെ ഇവിടെ വന്ന് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരോടൊപ്പം ആയിരുന്നു കൊണ്ട് ഈ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ശ്രീമതി സിജി ടോണി ഇവിടെ ഓടി എത്തുകയും കുട്ടികളോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നു. ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ശ്രീമതി സിജി ടോണിയെ ഏറ്റവും ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വാർഷികാഘോഷ പരിപാടികളിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ ഡോക്ടർ സിസ്റ്റർ കാർമൽ ജിയാണ്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കിനിടയിലും ഈ വിദ്യാലയത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ അമ്മ ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. സ്കൂളുമായി ബന്ധപ്പെട്ട ഓരോ ആവശ്യങ്ങൾക്കുമായി അമ്മയെ സമീപിക്കുമ്പോഴും ശ്രദ്ധാപൂർവം കേൾക്കുവാനും വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. സ്കൂളിന്റെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ട പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ അമ്മയെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഞങ്ങളുടെ വാർഡ് കൗൺസിലർ ശ്രീ വിജു വരിക്കാനിയാണ്. തന്റെ തിരക്കിനിടയിലും 2-3 പ്രാവശ്യം ഇവിടെ സന്ദർശിക്കുകയും കുട്ടികളുമായി സംസാരിക്കുകയും അവരോടൊപ്പം ആയിരിക്കുവാൻ സമയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിനം തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ സമയം കണ്ടെത്തിയ ശ്രീ വിജു വരിക്കാനിയെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാലായെയോ ശ്രീ സജി കെ ബി ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അദ്ദേഹത്തിൽ മറ്റൊരു പരിപാടി പങ്കെടുക്കേണ്ടതായി വന്നതുകൊണ്ട് ഇന്ന് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ അഭാവത്തിലും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ശ്രീ സജി കെ ബിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, ഞങ്ങളുടെ ഉപകാരികളെ, സ്നേഹിതരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിദ്യാലയത്തിന്റെ ഓരോ ചുവടുവെപ്പിലും പ്രാർത്ഥനയോടെയും കരുതലോടെയും കൂടെ നിൽക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഫാദർ കുര്യൻ ആനിത്താനം അച്ഛനെ ഈ ചടങ്ങിന്റെ അധ്യക്ഷ പുസ്തകത്തിനായി ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹബഹുമാനപ്പെട്ട ഈ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന നമ്മുടെ പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള ദിയ ബിനു വിക്കക്കണ്ടം, ഔദ്യോഗികമായിട്ടുള്ള അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ശ്രീ ബഹുമാനപ്പെട്ട ഉല്ലാസ് വട്ടപ്പതി അച്ഛൻ, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുന്ന സജി കെ ബി, ശ്രീമതി സിജി ടോണി, ബിജു വരിക്കാനി, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സന്തോഷമുണ്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ വാർഷിക പരിപാടിയിൽ സംബന്ധിക്കുക എന്നുള്ളതിൽ. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലുമെല്ലാം വളരെയധികം അപ്പുറത്താണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അധികം താമസിയാതെ ഈ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികമായ പരിപാടികൾ കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം കഴിവുള്ളവരാണെന്നും ഏതെല്ലാം തരത്തിലുള്ള പ്രതിഭാശാലികളാണെന്നുള്ളതും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന അവസരത്തിൻ്റെ അകത്ത് ഞാൻ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ നിന്നെല്ലാം വലിയധികം ഉന്നതങ്ങളിലാണ് ഈ കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഇവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ പാഠ്യേതര പരിപാടികളും എല്ലാം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ
നമ്മുടെ മറ്റുള്ള സ്കൂളുകൾക്കൊപ്പം കിടപിടിക്കുന്ന തരത്തിലുള്ള ക്രമീകരണമാണ്. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ കണ്ടായിരുന്നു, നമ്മുടെ രംഗപൂജയ്ക്കകത്ത് തന്നെ നമ്മൾ കണ്ടു കുഞ്ഞുങ്ങളുടെ താളവെപ്പും ചുവടുവെപ്പുകളും എല്ലാം വളരെ കാര്യമായിട്ട് തന്നെ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇതെല്ലാം അപ്പുറത്തുള്ള ഇതാണ്. ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ വ്യതിരിക്തമാണ്, വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ഒത്തിരിയേറെ കഴിവുകളും സാധ്യതകളും നിറഞ്ഞ വ്യക്തികളാണ്. നമ്മൾ പലരെയും പല സ്ഥലങ്ങളിലേക്കും മാറ്റി നിർത്തിയാൽ തന്നെയും അവരെ ശരിക്കും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള കഴിവിൻ്റെ തലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവരെ നമ്മൾ വ്യക്തിപരമായിട്ട് അടുത്തറിയുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് ഓരോരുത്തരും എത്രയോ ഗിഫ്റ്റഡ് ആണ്, എത്രയോ ടാലന്റഡ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഇനി അധികം താമസിയാതെ തന്നെ കാണുകയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുവാനുള്ളതല്ല, ഈ കലാലയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയെക്കുറിച്ചാണ് എൻ്റെ ഒരു ചിന്ത. ഈശോയുടെ ജീവിതത്തിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈശോ അത് ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് പോയത്. രോഗികളായിട്ടുള്ളവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അന്ധര്, ബധിരരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോയി അവരുടെ അടുത്ത് അവർക്ക് ആവശ്യത്തിനുള്ള ക്രമീകരണങ്ങളും സ്നേഹവും കരുതലും കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഈശോയുടെ ജീവിതത്തിൻ്റെ അകത്തെ ഒരു സവിശേഷത എന്ന് പറയുക. ഒരു മനുഷ്യനെയും മാറ്റി നിർത്താതെ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ എന്തെല്ലാം കുറവുണ്ടോ, ശാരീരികമായുള്ള കുറവുണ്ടോ, ബൗദ്ധികമായുള്ള കുറവുണ്ടോ, ഇതൊന്നും അല്ല ഈശോ നോക്കിയത്. അവൻ ഏത് കുറവുള്ളവനായാലും എല്ലാം അവനെ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ഇടയിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ വേണ്ടുവോളം കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ഈ നാളുകളിൽ നമ്മുടെ ഈ സ്കൂളിന്റെ റോസ്മിന്റെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ഈ ഭവനവും ഈ സ്കൂളും എല്ലാം ഈ കുഞ്ഞുങ്ങൾക്കും ഈ റോസ്മിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ടീച്ചേഴ്സും ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് തന്നെയാണ്. അവര് അതേ മാതൃകയിൽ തന്നെ ഓരോ കുഞ്ഞിനെയും സ്പെഷ്യലായിട്ട് കണ്ടുകൊണ്ട് അവർക്ക് സവിശേഷമായിട്ട് സ്നേഹവും കരുതലും കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനിവിടെ വരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഓരോ കുഞ്ഞുങ്ങളെയും ഇവർ കെയർ ചെയ്യുന്ന രീതി എത്രയോ മനോഹരമാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പലപ്പോഴും ഞാൻ ചിന്തിച്ച്. സ്വന്തം കുഞ്ഞുങ്ങളെ ചേർത്ത് വെക്കുന്നത് പോലെ തന്നെ ആ കുഞ്ഞുങ്ങളെല്ലാം കരുതുന്നു എന്നുള്ളതാണ്. ഇനി അവരുടെ ശൈലിയെക്കുറിച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, ഇവിടെ ഒരു എഡ്യൂക്കേഷൻ അല്ല നടക്കുക എന്നുള്ളത്. എഡ്യൂക്കേഷനേക്കാൾ ഉപരിയായിട്ട് ഈ കുഞ്ഞുങ്ങളെ എംപവർ ചെയ്യുക, അവരെ ശാക്തീകരിക്കുക, അവരുടെ കഴിവുകളെ അവരെ ബലപ്പെടുത്തിക്കൊണ്ട് വളരെയധികം ശാക്തീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്ന് അവർ ബലമുള്ളവരാണ്, ശക്തിയുള്ളവരാണ്, കഴിവുള്ളവരാണ്, അവർ നമുക്കൊപ്പം നിൽക്കാൻ തക്കവിധത്തിലുള്ള ശേഷിയുള്ളവരാണെന്നുള്ള രീതിയിൽ അവരെ ആക്കി തീർക്കുക, എംപവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, എഡ്യൂക്കേറ്റ് ചെയ്യുകയല്ല. അപ്പൊ അത് എന്നെ ഒത്തിരിയധികം ആകർഷിച്ച ഒരു കാര്യമാണ്. അപ്പോൾ വളരെ കരുതലോടുകൂടെ ഈ ടീച്ചേഴ്സും ബാക്കിയുള്ള സിസ്റ്റേഴ്സും ബാക്കിയുള്ള എല്ലാ വ്യക്തികളും ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും അവരെയധികം വളരെയധികം എംപവർ ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഞാൻ കണ്ട മറ്റൊരു കാര്യം, അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയല്ല. നമ്മൾ സ്കൂളിൽ പറ്റുന്ന ഇഷ്ടംപോലെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷന് പകരം അവർ ഇൻസ്പയർ ചെയ്യുക, അവരുടെ ലൈഫ് വഴിയായിട്ട്, അതുപോലെ തന്നെ അവർ ബാക്കിയുള്ളവർ വഴിയായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്രമീകരണമാണ് ഈ സ്കൂളിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരിക എന്നുള്ള കാര്യം. അങ്ങനെ ഈ സ്കൂള് ഈ രണ്ട് കർമ്മങ്ങളും പ്രത്യേകിച്ച് എംപവർ ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ അവരുടെ തനതായിട്ടുള്ള ശൈലിയിലേക്കും കഴിവുകളിലേക്കും സാധ്യതകളിലേക്കും എല്ലാം അവർ വളർന്ന് വലുതായിട്ട് വരുന്നത് എന്നുള്ള കാര്യം. അതിനാണ് ഞാൻ കൂടുതലായിട്ട് അഭിമാനിക്കുന്നത്, സന്തോഷിക്കുന്നത് എന്നുള്ള കാര്യം. അതിന് പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന റോസ്മിത സിസ്റ്ററിനെയും സന്തോഷത്തോടു കൂടെയും അതിനോട് ചേർന്നുള്ള ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സിനെയും എല്ലാം സന്തോഷത്തോടുകൂടെ ഞാൻ ഓർക്കുകയും അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരുകയും ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഭവനം, ഈ സ്നേഹാരാമം എന്നുള്ള പൈകടാലയം എന്നുള്ള ഈ ഒരു ഭവനം ഒത്തിരിയേറെ പേർക്ക് ആശ്വാസമായിട്ട് ബലമായിട്ട് നൽകുന്നു. സിസ്റ്റർ ശാന്തിയാണ് അതിന് നേതൃത്വം കൊടുക്കുക. ശാന്തി സിസ്റ്ററിനെയും അതുപോലെ തന്നെ സിസ്റ്ററിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഞാൻ അവരെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. അവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കാർമൽ ജിയോ പ്രൊഫഷണ സ്ഥലത്തുണ്ട്. പ്രൊഫഷണമയും എല്ലാ സമയത്തും വന്നത് ക്രമീകരണങ്ങൾ ചെയ്ത് നോക്കി മനസ്സിലാക്കി അവരെ ബലപ്പെടുത്തുന്ന എല്ലാ ക്രമീകരണങ്ങൾക്കും എല്ലാം പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നന്മകളും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അങ്ങയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. അടുത്തതായി നമ്മുടെ ഈ മനോഹരമായ വാർഷിക ആഘോഷങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടന നിമിഷമാണ്. അതോടൊപ്പം ഇന്നത്തെ 24ാം വാർഷികാഘോഷം മറ്റൊരു ചരിത്ര നിമിഷത്തിനും കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്.
നമ്മുടെ വിദ്യാലയം അടുത്ത വർഷം ആഘോഷിക്കാനിരിക്കുന്ന സിൽവർ ജൂബിലിയുടെ ഔദ്യോഗിക ലോഗോ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നു. ദീപം തെളിയിച്ച ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ജൂബിലിയുടെ ലോഗോ പ്രകാശനത്തിനുമായി നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ കുമാരി ദിയാവിനു പുളിക്കക്കണ്ടത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ നാടിന്റെ വികസന കുതിപ്പിന് നേതൃത്വം നൽകുന്ന സാരഥി, ജനങ്ങളോട് എന്നും ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധി, നമ്മുടെ ആഘോഷങ്ങൾക്കും ആവേശം പകരാനെത്തിയ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അവരുടെ ഏറെ ആദരവോടെ ഉദ്ഘാടന പ്രസംഗത്തിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വേദിയിലെത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട റവറൻഡ് ഫാദർ കുര്യൻ അനിത്തനും, റവറൻഡ് ഡോക്ടർ ഉല്ലാസ് വട്ടംതൊട്ടിൽ, റവറൻഡ് ഡോക്ടർ സിസ്റ്റർ കാർമ ജിയോ, സിസ്റ്റർ റോസ്മിത, സിസ്റ്റർ ബ്ലെസ്സി മേരിയ, പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീമതി സിജി ടോണി, ശ്രീ ബിജു വരിക്കാനി, ഇവിടെയുള്ള സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, പേരൻസ് ആൻഡ് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. ഒത്തിരി തവണ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ആനുവൽ ഡേയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവരെല്ലാം ഇതിൻ്റെ തിരക്കിലായിരുന്നു. ഇതിൻ്റെ ഡാൻസ് പഠിക്കുക, ഇവർ ഓരോരോ പരിപാടി പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിജേന്റിനെ കൂടി വന്നപ്പോൾ ഇവർ ഓരോ പ്രോഗ്രാംസിന് പോകുമ്പോൾ, എസ്പെഷ്യലി സ്പോർട്സ് വെളിയിലൊക്കെ പോകും, അതെനിക്ക് ഇത്രയും കാര്യമായിട്ട് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അപ്പോൾ സിജേന്റി കുറേ കാര്യങ്ങൾ അന്ന് എനിക്ക് ഈ സ്കൂളിനെ പറ്റി പറഞ്ഞു തരികയുണ്ടായി. 25 വർഷത്തോളം, 25 വർഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. 25 വർഷം മുമ്പ് പ്രസ്ഥാനം തുടങ്ങുമ്പോൾ വളരെ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. 25 വർഷത്തിന് ശേഷം ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ ബോധവൽക്കരാണ്. അവർ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി, അല്ലെങ്കിൽ കിഡ്സിനെ പറ്റി അവർക്ക് കുറച്ചുകൂടെ റിസോഴ്സസ് അല്ലെങ്കിൽ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ തന്നെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ സ്കൂളിന് എല്ലാവിധ ആശംസകളും. എന്നെ ഇവിടെ ക്ഷണിച്ചതിന് ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. ഇവരെ എല്ലാവരെയും കാണാൻ സാധിക്കും, എപ്പോഴും ഒത്തിരി സന്തോഷമാണ്. ഞങ്ങളൊരു ചെറിയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യണം ഞങ്ങൾക്ക് കൗൺസിൽ മുനിസിപ്പാലിറ്റി ആയിട്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ പരിപാടിയുടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഈ സാംസ്കാരിക ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. റിക്വസ്റ്റും കൊണ്ട് നമ്മൾ തുടക്കുകയാണ്. പാരാ ഒളിമ്പിക്സ് അതുപോലെ തന്നെ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഇനി
2027 ജർമ്മനിയിൽ വെച്ച് നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിലോട്ടും നമ്മുടെ മറിയാമ്മ ആന്റണിക്ക് സെലക്ഷൻ കിട്ടി. അപ്പം അവളുടെ ആ സമ്മാനം, നാഷണൽസിൽ അവിടെ നേടിയ സമ്മാനവും സ്റ്റേറ്റിൽ അവിടെ നേടിയ സമ്മാനവും മറിയാമ്മ ആന്റണിക്ക് നൽകുന്നതിനായി റിയ മാഡത്തിനോട് സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഇനി റിയ മാഡത്തിനോട് കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ടീച്ചർ എന്ന രീതിയിൽ അവരുടെ ഒരു റിക്വസ്റ്റ് ഞാൻ അറിയിക്കുകയാണ്. കേരളത്തിൽ നീന്തലിന് ഇത്രയും പ്രാധാന്യം നൽകുന്ന ഒരു സ്കൂൾ, ഒരു സ്പെഷ്യൽ സ്കൂൾ വേറെയില്ല, നമ്മുടെ സ്കൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞത് ഒരു 15 മീറ്ററിൻ്റെയൊക്കെ ഒരു പൂള് ഞങ്ങൾക്ക് അനുവദിച്ച് തരികയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാക്ടീസിനും മറ്റു കാര്യങ്ങൾക്കുമായി വളരെയധികം ഉപകരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഈ വേളയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. സ്നേഹാരാം സ്പെഷ്യൽ സ്കൂളിൻ്റെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 2025-26 അക്കാദമിക വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന വാർഷിക റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. മാറ്റങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു വർഷം കൂടി കടന്നു പോയിരിക്കുന്നു. പഠനത്തിലും കലാകായിക രംഗങ്ങളിലും നമ്മുടെ വിദ്യാലയം കൈവരിച്ച ഉജ്ജ്വലമായ മുന്നേറ്റത്തിൻ്റെ രേഖാചിത്രമാണ് ഈ റിപ്പോർട്ട്. ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിൽ നിറച്ച് കാരുണ്യത്തിൻ്റെ ജ്വാല കത്തിപ്പടർന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അത്താണിയായി മാറിയ ദിവംഗതനായ ബഹുമാനപ്പെട്ട അബ്രാഹാം കൈപ്പുമുളാക്കൽ അച്ഛൻ്റെ ദൈവദർശനത്തിൽ നിന്നും മുട്ടിട്ട കരുണയുടെ മുകളമാണ് സ്നേഹാരാം. ഈ അവസരത്തിൽ സ്നേഹമുള്ള അച്ഛൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം. നാം ഇന്ന് കാണുന്ന ലോകം നേട്ടങ്ങളുടെ പിന്നാലെ ഓരോ നിമിഷവും പറക്കുമ്പോൾ ലോകത്തിനൊപ്പം നീന്താനായില്ലെങ്കിലും തങ്ങളാലാവും വിധം ഈ ലോകത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനായി നിഷ്കളങ്കരായ ഈ കുഞ്ഞുങ്ങൾക്ക് നിരന്തരവും സമഗ്രവുമായ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്നേഹകൂടാരം. 1987 പ്രതീക്ഷ എന്ന പേരിൽ ആരംഭിച്ച ഈ സ്കൂൾ ചില സാങ്കേതിക കാരണങ്ങളാൽ 2002 മുതൽ സ്നേഹാരം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. അതനുസരിച്ച് ഇന്ന് ഈ വിദ്യാലയം 24ാം വർഷത്തിന്റെ സമാപ്തിയിൽ എത്തി നിൽക്കുന്നു. അതോടൊപ്പം സിൽവർ ജൂബിലിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. ഇന്ന് ഈ സ്ഥാപനത്തിൽ 95 കുട്ടികളും അവരുടെ പരിശീലന പുനരധിവാസത്തിന് ജീവൻ പകരുന്ന 20 അധ്യാപക അനധ്യാപകരുമുണ്ട്. വ്യത്യസ്ത കഴിവുകളാൽ പൂർണ്ണരാക്കപ്പെട്ട കുട്ടികളോടൊപ്പം പ്രാവർത്തികമാക്കിയ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പാഠ്യ പദ്ധതി 2025 ജൂൺ 1-ാം തീയതി പ്രവേശനോത്സവത്തോടെ സ്കൂൾ മാനേജർ സിസ്റ്റർ ശാന്തി ദീപം തെളിയിച്ച് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. വിവിധ പരിപാടികളോടെ നവാഗതരെ സ്വാഗതം ചെയ്തു. അധ്യയന വർഷത്തിലെ ആരംഭത്തിൽ തന്നെ കുട്ടികളെ പ്രായത്തിൻ്റെയും ഫങ്ഷണൽ ലെവലിൻ്റെയും അടിസ്ഥാനത്തിൽ വിവിധ ക്ലാസുകളായി തിരിക്കുകയും അധ്യയനം ആരംഭിക്കുകയും ചെയ്തു. 18 വയസ്സ് വരെയുള്ള കുട്ടികൾ സ്കൂൾ തലത്തിലും 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ തൊഴിലധിഷ്ഠിത പരിശീലനത്തിലും ഏർപ്പെടുന്നു. മുഴുവൻ കുട്ടികൾക്കും IEP രൂപീകരിക്കുകയും അതനുസരിച്ച് ക്രമവും കൃത്യവുമായ പരിശീലനം നൽകി വർഷത്തിൽ 3 തവണകളിലായി മൂല്യനിർണ്ണയവും നടത്തുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ SCRTയുടെ സിലബസ് അനുസരിച്ചാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കൂടാതെ ഡിജിറ്റൽ ലേണിംഗും കഴിഞ്ഞ വർഷം മുതൽ ആരംഭിക്കാൻ സാധിച്ചു. വിവിധ സഹായങ്ങൾ ആവശ്യമുള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി എന്നിവയും നൽകി വരുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ. കുട്ടികളുടെ ചിട്ടയായ പരിശീലനത്തിന് പാഠ്യവിഷയങ്ങൾക്ക് പുറമെ പാഠ്യേതര വിഷയങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. കലാകായിക കഴിവുകളുടെ വികസനം ഇവരുടെ സ്വഭാവ രൂപീകരണത്തിനും പുനരധിവാസത്തിനും സഹായിക്കുന്നു. യോഗ, സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, ബാൻഡ് സെറ്റ്, ചെണ്ടമേളം, വയലിൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവയ്ക്കെല്ലാം വിദഗ്ധ അധ്യാപകരുടെ സേവനം ലഭ്യമാക്കുന്നു. സ്പെഷ്യൽ ഒളിമ്പിക്സ്. കുട്ടികളുടെ കായിക മികവ് ലക്ഷ്യം വെച്ച് അന്തർദേശീയ തലത്തിൽ നിലകൊള്ളുന്ന ഒളിമ്പിക്സാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ്. ഈ വർഷം നാഷണൽ ലെവൽ സ്വിമ്മിങ്ങിന് അഞ്ജു ആന്റണി ഗ്വാളിയറിന് പോകുകയും 2027 ഇറ്റലിയിൽ വെച്ച് നടക്കുന്ന വേൾഡ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നടത്തുന്ന പാരാലിമ്പിക്സിൽ സ്വിമ്മിങ്ങിന് അലീന, അഞ്ജു എന്നീ കുട്ടികൾ ദേശീയതല മത്സരത്തിന് യോഗ്യത നേടി. അതോടൊപ്പം സംസ്ഥാനതല ബാഡ്മിൻ്റൺ മത്സരത്തിൽ ഫസ്റ്റ് ഓവറോളും അങ്കമാലി റോട്ടറി ക്ലബ്ബ് നടത്തിയ സ്പോർട്സിൽ ഫസ്റ്റ് റണ്ണറപ്പും കുട്ടികൾ കരസ്ഥമാക്കി. സംസ്ഥാനതല പാരാലിമ്പിക്സിൽ സ്വിമ്മിങ്ങിന് കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി ഓവറോൾ 3-ാം സ്ഥാനം നമ്മുടെ കുട്ടികൾ കരസ്ഥമാക്കി. കലാവിഭാഗം. കുട്ടികളുടെ മാനസികവും സർഗാത്മകവുമായ വളർച്ചയിൽ കലകൾക്ക് വലിയ പങ്കുണ്ട്. പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളുടെ കഴിവ് തെളിയിക്കാൻ ഒട്ടേറെ അവസരങ്ങൾ നൽകിയ ഒരു വർഷമായിരുന്നു ഇത്.
സ്കൂളിലെ കലാപ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നതിനും ഈ വർഷം പ്രത്യേക ശ്രദ്ധ നൽകി. ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളിൽ പങ്കെടുത്ത് നമ്മുടെ സ്കൂളിന്റെ കീർത്തി ഉയർത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലപ്പുറത്ത് വെച്ച് നടത്തിയ സംസ്ഥാനതല സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ടം, നാടോടി നൃത്തം, ഉപകരണ സംഗീതം എന്നിവയിൽ സോബിയ മോൾ, സജി, മെറീന, ബിപിൻ നൌഷാദ് എന്നീ കുട്ടികൾ ഫസ്റ്റ് എ ഗ്രേഡും കരസ്ഥമാക്കി. 3 കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ഓൾ കേരള സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷൻ 5 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ചിലമ്പൊലി 2026 കലോത്സവത്തിൽ സ്കൂൾ തലം ഓവറോൾ നേടി. തൊടുപുഴ ശാന്തിഗിരി കോളേജ് നടത്തിയ ചിറക് 2026 കലോത്സവത്തിൽ സെക്കൻഡ് ഓവറോളും ക്യാഷ് അവാർഡും കരസ്ഥമാക്കി. മാന്നാനം കെ കോളേജ് നടത്തിയ അവൈക് 2026 കലോത്സവത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് കുട്ടികൾ നേടി. സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ സവിശേഷ കാർണിവൽ ഫെസ്റ്റിൽ മോഹിനിയാട്ടത്തിന് 1ാം സ്ഥാനവും കോട്ടയം ജില്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇതോടൊപ്പം സ്കൂളിന്റെ മികച്ചൊരു ബാൻഡ് സെറ്റും ചെണ്ടമേളവും നിലവിലുണ്ട്. ഇതിൽ ബാൻഡ് സെറ്റ് വിവിധ സ്വീകരണ ചടങ്ങുകൾക്കും തിരുനാളുകൾക്കും പോകുന്നു. കലാപരമായ നേട്ടങ്ങളിൽ സഹായിച്ച എല്ലാ അധ്യാപകർക്കും, കഠിനാധ്വാനം ചെയ്ത എല്ലാ വിദ്യാർത്ഥിനികൾക്കും, പിന്തുണ നൽകിയ PTA അംഗങ്ങൾക്കും നന്ദി. തൊഴിൽ പരിശീലനം സ്നേഹാരാമിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും കുട്ടികളുടെ പുനരധിവാസത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതുമായ ഒന്നാണ് തൊഴിലധിഷ്ഠിത പരിശീലനം. 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ കുട്ടികളും സ്നേഹാരാം വൊക്കേഷണൽ സെന്ററിന്റെ കീഴിൽ വരുന്നു. മെഴുകുതിരി നിർമ്മാണം, സ്റ്റിച്ചിങ്, സോപ്പ് പൗഡർ, ഫിനോയിൽ നിർമ്മാണം, ഹോർട്ടിക്കൾച്ചർ എന്നിവ പരിശീലന മേഖലകളാണ്. സ്നേഹാരാം ഭവൻ സ്നേഹാരാമിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ബോർഡിംഗ് ആണ് സ്നേഹാരാം ഭവൻ. ഇവിടെ 30 പെൺകുട്ടികളും സ്നേഹാരാമിന്റെ ശാഖയായ പൂവത്തളപ്പ് നിർമ്മല ഭവനിൽ 10 ആൺകുട്ടികളും താമസിച്ച് പഠിക്കുന്നു. ഉപകാരികൾ സ്നേഹാരാമിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഒട്ടനേകം നല്ല വ്യക്തികളുടെ കരങ്ങളുണ്ട്. സ്പെഷ്യൽ സ്കൂൾ പാക്കേജ് ഒരു പരിധിവരെ നൽകുന്ന സംസ്ഥാന ഗവൺമെന്റിനോടും പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടുമുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നിരവധി അഭ്യുദയകാംക്ഷികളും സേവന തൽപരരുമായ ധാരാളം സന്ദർശകരും ഞങ്ങൾക്കുണ്ട്. ആദ്യമായി ഈ സ്ഥാപനത്തിന് സ്ഥലം തന്ന അഡ്വക്കേറ്റ് മാനുവൽ ടി പൈകടയെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ സ്നേഹാരാമിന്റെ പ്രണാമം. ഈ സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ചെറുതും വലുതുമായ സഹായങ്ങൾ ഓരോ കാലഘട്ടത്തിലും നൽകി വരുന്ന എല്ലാ നല്ല വ്യക്തികളെയും കുടുംബങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് മേരി നായ്ക്കൻപറമ്പിൽ, ഫാദർ ജോസ് കുട്ടി മലയാളിക്കൽ, ഷെർലി കുറ്റിയാലിക്കൽ, ഫാദർ സെബാസ്റ്റ്യൻ തയ്യിൽ, തങ്കച്ചൻ കാപ്പിൽ, ജോണി കാട്ടൻ, അസിസി പ്രയർ ഗ്രൂപ്പ്, ജോസ് കിടങ്ങേൽ, മിലി റോയ്, ജോസഫ് മുതുപ്ലാക്കൽ എന്നിവർക്ക് സ്നേഹാരാമിന്റെ പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും കുട്ടികൾക്കായി സ്കോളർഷിപ്പ് അനുവദിച്ച് നൽകുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ, ICDC ഓഫീസർ, മറ്റ് ജീവനക്കാരോടും ഞങ്ങൾക്കുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഉപസംഹാരം ചെറുതും വലുതുമായ ഒട്ടനേകം പ്രവർത്തനങ്ങളാൽ സജീവമായിരുന്ന ഒരു പ്രവർത്തന വർഷം കൂടി പൂർത്തിയാവുകയാണ്. ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യന് ഇവരെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായും വെളിച്ചമില്ലാത്തവരുടെ വെളിച്ചമായും വർത്തിക്കേണ്ടത് നാം ഓരോരുത്തരും ഉൾപ്പെട്ട സമൂഹമാണ് എന്ന തിരിച്ചറിവ്. രാവും പകലും ഓരോ കുട്ടിയുടെയും കാവൽക്കാരായി ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന സ്നേഹ സേവനത്തിന്റെ നേർസാക്ഷ്യങ്ങളായ സ്നേഹമുള്ള സിസ്റ്റേഴ്സിന്റെയും അധ്യാപകരുടെയും പ്രവർത്തനങ്ങളിൽ അഭിമാനം കൊള്ളുന്നതോടൊപ്പം അവരെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. സ്നേഹാരാമിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഉപകാരികൾക്കും നല്ലവരായ ഇടവക സമൂഹത്തിനും സർവോപരി പരമകാരുണികനായ ദൈവത്തിനും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. ഇന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്മി. നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ചയും കുട്ടികളുടെ പുരോഗതിയും വ്യക്തമാക്കുന്ന മനോഹരമായ റിപ്പോർട്ടാണ് നാം ഇപ്പോൾ കേട്ടത്. ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിച്ച അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ സ്കൂളിനെ ഈ നിലയിൽ എത്തിച്ച പ്രിയപ്പെട്ട റോസ്മിത സിസ്റ്റർക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും നേരുന്നു. നമ്മുടെ ഈ വാർഷിക ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ആത്മീയ ചൈതന്യവും സ്നേഹവും നിറഞ്ഞ വാക്കുകളുമായി നമ്മുടെ പ്രിയപ്പെട്ട റവറൻഡ് ഡോക്ടർ ഉല്ലാസ് വട്ടംതൊട്ടിയിൽ അച്ഛൻ ഇവിടെ സന്നിഹിതനാണ്. നമ്മുടെ കുട്ടികൾക്കും ഈ വിദ്യാലയത്തിനും ഒരുപോലെ പ്രചോദനമാകുന്ന ഈ ആഘോഷത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കാനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ വികാരിയച്ഛ,
കോൺഷ്യൽ സിസ്റ്റർ കാർമൽ ജിയോ, നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ ആയിരിക്കുന്ന ബിജു വരയ്ക്കനായിരിക്കൽ സാറ്, 9ാം വാർഡിൻ്റെ കൗൺസിലർ സിജി ടോണി തോട്ടത്തിൽ, നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്മിത, പ്രിയമുള്ള അധ്യാപകരെ, പ്രിയബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഈ അനുഗ്രഹ പ്രഭാഷണം എന്ന് പറഞ്ഞ് കണ്ടതുകൊണ്ട് എനിക്കത് ചിന്തിക്കുകയായിരുന്നു എന്താണ് പറയേണ്ടത് എന്ന്. വികാരിയച്ഛൻ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തിരിച്ചൊന്നും പറയാനായിട്ടില്ല. നല്ലൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഒരു സാറ്, ഒരു പേരൻ്റ് വഴിയിലുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, കഴിഞ്ഞ വർഷം പരിപാടി തുടങ്ങിയപ്പോഴേ പെരുമഴയായിരുന്നു, ഈ വർഷം മഴ പെയ്യാൻ സാധ്യതയുണ്ടല്ലോ. ഞങ്ങളെല്ലാം ഇവിടെ മഴ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്, ചുറ്റുപാടുമുള്ളവരെല്ലാം. അതുകൊണ്ടൊരു മഴ അനുഗ്രഹമാണ്. ഞാനിപ്പോൾ ഓർക്കുന്നതിൻ്റെ പട്ടമാണ്. ഞാൻ അച്ഛനായത് 2009 ഡിസംബർ മാസം 27-ാം തീയതിയാണ്. അന്ന് നല്ല ചൂടുള്ള സമയമായിരുന്നു. ഏതായാലും എൻ്റെ വികാരിയച്ഛൻ ഇച്ചിരി ബോധമുള്ള ആളായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, പള്ളിക്ക് ചുറ്റും പന്തലിട്ടേക്കാം, കാരണം കുഞ്ഞു പള്ളിയാണ്, പള്ളിക്ക് ചുറ്റും പന്തലിട്ടേക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് പന്തലിട്ടു. പട്ടം തുടങ്ങി. എൻ്റെ തലയിൽ പിതാവ് കൈവച്ച് പ്രാർത്ഥിച്ചു. എവിടെ നിന്ന് വന്നതറിയത്തില്ല, ഒരു പെരുമഴ, ഭയങ്കര മഴ. അന്ന് അച്ഛന്മാരൊക്കെ പട്ടത്തിന് ശേഷം കുർബാനയ്ക്ക് ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി വെള്ളത്തിൽ നിന്നു. അപ്പം ഞാൻ ഇപ്പോഴും ഓർത്തത് അതാണ്. ഈ മഴ എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ. മഴയില്ലെങ്കിൽ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയൊന്നും തണുക്കുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം ഈ മഴ ഒരു അനുഗ്രഹമാണ്. അപ്പം ഇത്തിരി ചൂടിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി തണുപ്പും ആശ്വാസവും ഒക്കെ തരുന്നതാണ് ഈ മഴ. ഞാനിവിടെ നിന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു കഥ എന്ത് പറയണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ, ഈ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ കിഴവനും കടലും എന്ന് പറയുന്നൊരു കഥ. ഈ കിഴവനും കടലും എന്ന കഥയ്ക്കകത്ത് സാന്തിയാഗോ എന്ന് പറയുന്നൊരു മുക്കുവനും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു കുഞ്ഞ് മുക്കുവൻ ചെറുക്കനും തമ്മിലുള്ള കഥയാണ്. ഈ സാന്തിയാഗോയ്ക്ക് പ്രായമായി, വയസ്സായി. സാന്തിയാഗോ കടലിൽ എല്ലാ ദിവസവും വള്ളവും വലയും ഒക്കെ ആയിട്ട് പക്ഷേ ഒന്നും കിട്ടുക. എല്ലാ ദിവസവും ഇയാൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരനായ പയ്യൻ ഈ സാന്തിയാഗോയുടെ അടുത്ത് നിന്നിട്ട് സാന്തിയാഗോയെ കളിയാക്കും. നീ എല്ലാ ദിവസവും മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ടല്ലോ, നിനക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ സാന്തിയാഗോ പറയും, നീ എന്നെ കളിയാക്കല്ല, ഒരു ദിവസം ഞാൻ പോയി ഒരു വലിയ മീനെ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഇയാൾ എല്ലാ ദിവസവും പോയി, പല ദിവസം പോയി മീൻ പിടിച്ച്, മീനിങ്ങനെ വല വിരിച്ച് ഒരു ദിവസം ഇയാൾക്ക് ഒരു വലിയ മീനെ കിട്ടുകയാണ്. ആ മീന് ഇയാളുടെ വള്ളത്തിൽ പോലും കൊള്ളാൻ പറ്റത്തില്ലാത്തതൊരു വലിയ മീനാണ്. അപ്പം ഇയാൾ വിചാരിച്ച് എങ്ങനെ ഇതിനെ കൊണ്ടുവരും, ഒരു വഴിയില്ല. അവസാനം ഇയാൾ എന്താ ചെയ്തു, ഈ വള്ളത്തേൽ ഈ ചൂണ്ട കെട്ടിയിട്ടിട്ട് ഇയാൾ തുഴഞ്ഞു പോരുക. കാരണം വള്ളത്തിനകത്ത് ഈ മീനെ എടുത്തെടുത്തില്ല, വലിയ മീന്. ഇയാൾ അങ്ങനെ ഈ മീനയുമായിട്ട് ഇങ്ങനെ കരയിലേക്ക് വരും. കരയെടുക്കാറാകുമ്പോഴേക്ക് ഇയാൾ ബഹളം വയ്ക്കുന്നുണ്ട്. എല്ലാവരോടും പറയുന്നു, നിങ്ങളെല്ലാം പറഞ്ഞില്ലേ സാന്തിയാഗോയ്ക്ക് വയസ്സായി, ഇനി ഈ കിളവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഞാനിത് വലിയൊരു മീനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്, എനിക്ക് ഇനിയും പലതും സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ വെല്ലുവിളിക്കുകയാണ്. അപ്പം ഈ പയ്യൻ ഇങ്ങനെ ഓടിയെത്തി, സാന്തിയാഗോയുടെ ഈ വെല്ലുവിളിച്ച പയ്യൻ ഓടിയെത്തുകയാണ്. അവൻ നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഇയാൾ ഇങ്ങനെ ഒച്ച വെക്കാൻ കാരണം. അവൻ നോക്കുമ്പോൾ ഇയാളൊരു വലിയ മീനെ പിടിച്ചുകൊണ്ട് വരുന്നു. പക്ഷെ ഈ മീനെ ഇങ്ങനെ കടലിൽ കൂടി ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുമ്പോൾ ഈ മീനിന്റെ ദശ മൊത്തം വേറെ മീനുകൾ വന്ന് തിന്നുപോയി. പിന്നെ ബാക്കി എന്താ ഉണ്ടാകുന്നത്? മീനിന്റെ ദശ പോയാൽ പിന്നെ എന്താ ഉള്ളത്? മുള്ളു മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ ദശ പോയാൽ പിന്നെ അതിന്റെ മാംസം പോയാൽ പിന്നെ മുള്ളു മാത്രമേ ഉള്ളൂ. ഒരു മുള്ളു മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ മുള്ളാണ് ഇയാളെ വലിച്ചുകൊണ്ട് വരും. ഈ പയ്യൻ ഇയാളെ കളിയാക്കിയിട്ട് പറഞ്ഞു, എടാ മണ്ട, നീ വലിയ ബഹളം വയ്ക്കുന്നുണ്ടല്ലോ, നീ പിടിച്ചോണ്ട് വന്ന മീനിൽ ഒരു ഇത്തിരി പോലും ദശയില്ല, അത് മൊത്തം വേറെ മീനുകൾ നിന്നുകൊണ്ട് വെറും മുള്ളുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയും. ഈ സാന്തിയാഗോ കടലിലേക്ക് ഇയാൾ അവിടെ ആ കടലിൽ മുങ്ങി മരിക്കുമെന്നാണ് ഈ പയ്യൻ വിചാരിച്ചത്. ഈ സാന്തിയാഗോ ഏണസ്റ്റ് ഹെമിംഗ്വേ ആ നോവലിന്റെ അവസാനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഈ സാന്തിയാഗോ കടലിലോട്ട് നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്കെന്റെ കൊല്ലാം, എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. യു ക്യാൻ കിൽ മീ ബട്ട് യു കനോട്ട് ഡിഫീറ്റ് മീ. നിനക്കെന്നെ കൊല്ലാം, തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ഇവിടെ വന്നിട്ട് ചിന്തിക്കുമ്പോഴേ ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മളോട്, ഇവിടുത്തെ ഈ 90 പരം കുട്ടികളും അധ്യാപകരും അവരുടെ മാതാപിതാക്കളും ഇവിടെയുള്ള പ്രായമായ അമ്മമാരും ഒക്കെ നമ്മളോട് പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സിസ്റ്റർ മുമ്പേ റിപ്പോർട്ട് വായിക്കുമ്പോൾ എന്തുമാത്രം അവാർഡുകളാണ്, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഞാനൊക്കെ എൻ്റെ ജീവിതകാലത്ത് ഒരു സബ് ജില്ലയിൽ പോലും ഒരു മത്സരത്തിന് പോയിട്ടില്ല. ആ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള കഴിവും പ്രാപ്തിയും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും ആരും ഇല്ലായിരുന്നു. ഈ കുട്ടികളൊക്കെ അങ്ങ് ബെർലിനിലൊക്കെ പോകാമെന്നാണ് എൻ്റെ ടീച്ചർ പറഞ്ഞത്. ഒരു കുട്ടി ബെർലിന് പോകുന്നു, നീന്തൽ മത്സരത്തിന് പോകുന്നു, പാട്ട് പാടാൻ പോകുന്നു, എന്തൊക്കെ
ഈ കുട്ടികൾ, എന്തുമാത്രം കഴിവുകളുള്ള കുഞ്ഞുങ്ങൾ. പ്രിയമുള്ളവരെ, ഇത് ലോകത്തോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ലോകത്തോട് ഈ സമൂഹം, ഈ സ്കൂള് പറയുന്നൊരു കാര്യമാണ്. എല്ലാ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കാൻ പറ്റാത്തതൊന്നുമില്ല. നമ്മൾ സ്വയം നോക്കുമ്പോഴേ നമ്മൾ നോക്കുകയുള്ളൂ. ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചില ചേട്ടത്തിമാരെ കാണാം, ചേച്ചിമാർ ഈ വഴിയോരത്തൊക്കെ അവരിങ്ങനെ ജ്യൂസ് കട, ഫ്രൂട്ട് സലാഡ് കട, പല വീഡിയോസ് ചെയ്യുന്നത്, വൈറലായിട്ട് വീഡിയോകളൊക്കെ ചിലപ്പോഴൊക്കെ കാണും. അവരൊക്കെ ജീവിതത്തോട് പൊരുതുകയാണ്. ജീവിതത്തിൽ വേറൊരു വഴിയില്ല, അവർക്ക് ഒരു ജോലിയില്ല, അവരെ സഹായിക്കാനായിട്ട് ആരുമില്ല. ജീവിതത്തോട് അവരുടെ പൊരുതൽ എങ്ങനെയാണ്? അവർക്കുള്ള സമയം, സാഹചര്യം ഉപയോഗിച്ച് അതിനോട് പൊരുതുകയാണ്. ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അൺലെസ് വി ഡിസൈഡ് ദാറ്റ് വി വാണ്ട് ടു ഫെയിൽ. നമ്മൾ തോൽക്കണമെന്ന് തീരുമാനിക്കുന്നതിന് വരെ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നൊരു ചിന്ത ഈ സന്ധ്യയിൽ നമ്മുടെ എല്ലാ ഉള്ളിലുണ്ടാകട്ടെ. ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുന്നത് തന്നെയാണ്. ഞാൻ എൻ്റെ സെമിനാരിയിൽ വന്ന്, ഞാൻ 1998 സെമിനാരിയിൽ ചെയ്തത്. ആ സെമിനാരിയിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ റെക്ടറായിട്ടിരിക്കുന്നത്. സെമിനാരിയിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരു മത്സരം പ്രസംഗിക്കാനുള്ള മത്സരമാണ്. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ധൈര്യമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. എനിക്കത്ര പേടിയൊന്നുമില്ല. പക്ഷെ പണ്ടൊക്കെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. ആദ്യമായിട്ടൊരു പ്രസംഗ മത്സരം നടക്കുന്നത് എസ്തംബ്ര എന്ന് പറയും. എനിക്കറിയത്തില്ല ഇവിടെയൊക്കെ ഇങ്ങനത്തെ മത്സരങ്ങളുണ്ടോ എന്ന്. 5 മിനിറ്റ് മുമ്പ് നമുക്കൊരു വിഷയം തരും, എന്നിട്ട് നമ്മൾ ആ വിഷയം പ്രസംഗിക്കുന്നു. അപ്പം അന്ന് ഞങ്ങളുടെ വിഷയം ഇതായിരുന്നു, പരിസര മലിനീകരണം. അതായത് പരിസര മലിനീകരണം എന്ന വിഷയത്തെ പറ്റി 5 മിനിറ്റ് മുമ്പ് പ്രസംഗിക്കും. ഈ മത്സരത്തിന് ഒരു അപകടമുണ്ട്. നമ്മുടെ മുന്നേ പോകുന്ന ആൾ 5 മിനിറ്റ് പ്രസംഗിച്ചില്ലെങ്കിൽ അവനിപ്പോൾ 1 മിനിറ്റേ പ്രസംഗിച്ചുണ്ടെങ്കിൽ നമുക്ക് പ്രസംഗം ഒരുങ്ങാൻ 1 മിനിറ്റേ കിട്ടുകയുള്ളൂ. വിഷയം അപ്പോഴേ കിട്ടുകയുള്ളൂ, 1 മിനിറ്റേ കിട്ടുകയുള്ളൂ. മുന്നേ പോകുന്ന ആൾ 5 മിനിറ്റ് പ്രസംഗിച്ചാൽ നമുക്ക് 5 മിനിറ്റ് കിട്ടും. അതൊരു ഭയങ്കര ഗുരുമാല പിടിച്ച പരിപാടിയാണ്. എൻ്റെ മുന്നേ പോയ ബ്രദർ, എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ 1 മിനിറ്റേ പ്രസംഗിച്ചു. അടുത്ത ഞാനാണ് കയറുന്നത്. എനിക്കൊന്നും ഒരുങ്ങാനായിട്ട് സമയമില്ല. ആകെ പരിസര മലിനീകരണം എന്നൊരു വാക്കറിയാം. കയറി നമ്മൾ പ്രസംഗം തുടങ്ങി. പരിസര മലിനീകരണം അതാണ്, പരിസര മലിനീകരണം ഇതാണ്. ഭയങ്കര ആക്ഷനാണ്. കാരണം അന്ന് ഈ പലരും നമ്മളോട് പറയുന്നു പ്രസംഗം എന്ന് പറഞ്ഞാൽ ആക്ഷനിലാണ് കാര്യം. ഐ കോണ്ടാക്ട് വേണം. ആദ്യം ഹൈ കോണ്ടാക്ട് എന്ന് മനസ്സിലാക്കി. ഇപ്പം ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കിയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലാക്കി കണ്ണുകൾ തമ്മിൽ സംസാരിക്കണമെന്ന്. അപ്പോൾ ഈ ആക്ഷനാണ്, ആക്ഷൻ. പരിസര മലിനീകരണം ഇതാണ്, പരിസര മലിനീകരണം ഇതാണ്. ഇങ്ങനെ ആക്ഷൻസ് ഇങ്ങനെ എടുക്കാൻ തുടങ്ങും. കാരണം ആക്ഷനാണുള്ള പ്രസംഗം. പുറത്തേക്ക് കഴിയുമ്പോൾ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. എൻ്റെ താഴെ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ ഇങ്ങോട്ട് കൈന്നിട്ടും അങ്ങോട്ട് കൈന്നിട്ടുന്നു, ഇങ്ങോട്ട് കൈന്നിട്ടും അങ്ങോട്ട് കൈന്നിട്ടും. ഇങ്ങനെ ആക്ഷൻസ് ആണ് മൊത്തം. കാരണം അത്ര മനോഹരമായിട്ടുള്ള പ്രസംഗം. ഞാൻ വിചാരിച്ചു അന്നത്തെ മണ്ഡപത്തേക്ക് 14 വയസ്സല്ലേ ഉള്ളൂ. അന്നത്തെ മണ്ഡപത്തേക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രസംഗം സൂപ്പർ ആയതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ വീണ്ടും ആക്ഷൻസ് കൂട്ടി, ആക്ഷൻസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നേരം ഞാൻ പ്രസംഗം നിർത്തി, ഇറങ്ങി ഇങ്ങനെ കോറിഡോറിലെ ഈ സ്റ്റഡി ഹോളിൻ്റെ നടുക്കുള്ള കോറിഡോറിൽ കൂടെ എൻ്റെ സീറ്റിലേക്ക് ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ നോക്കിയിട്ട് ടിഷ്യൂ 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 എന്ന് കാണിക്കുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്നെ കളിയാക്കുവാണ്. കാരണം 14 വയസ്സിൽ കളിയാക്കുകയാണോ പ്രോത്സാഹിപ്പിക്കുകയാണോ പോലും നമുക്ക് മനസ്സിലാകാത്ത പ്രായമല്ലേ. പിന്നെയാണ് മനസ്സിലായത്. ഞാനന്ന് വിചാരിച്ചു ഇനി ഞാൻ പ്രസംഗിക്കുകയില്ല എന്ന് ഞാൻ അന്ന് തീരുമാനമെടുത്തു 14ാമത്തെ വയസ്സിൽ. പക്ഷെ പിന്നീട് ഞാൻ തന്നെ എന്നോട് ഒരു ചെറുപ്പക്കാരനായ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ മുതിർന്നൊരു സഹോദരൻ, എൻ്റെ ഇടവകയിലുള്ളൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, ബ്രദറെ പ്രസംഗം നിർത്തരുത്. പ്രസംഗം പറഞ്ഞില്ലെങ്കിൽ അച്ഛനായാൽ ബ്രദർ യാതൊരു ഡിമാൻഡും ഉണ്ടാകില്ല. അന്ന് മുതൽ ഞാനിങ്ങനെ പ്രസംഗിക്കണമെന്ന്. പിന്നെ പ്രസംഗിക്കാനൊരു ചാൻസ് വരുമ്പോൾ പ്രസംഗം ഒരുങ്ങും, പരിശീലിക്കും പല പ്രാവശ്യം മണ്ടത്തരങ്ങൾ പറഞ്ഞു പരിശീലിച്ച് പ്രസംഗിക്കാൻ പഠിക്കുകയാണ്. ഞാനിത് എന്നെപ്പറ്റി പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഇവിടെ പരിശീലനം നമ്മുടെ ഈ സ്കൂളിൽ നൽകുന്ന നല്ല പരിശീലനമാണ്. അതുകൊണ്ടാണ് നമുക്ക് അവാർഡുകൾ കിട്ടുന്നത്, സമ്മാനങ്ങൾ കിട്ടുന്നത്. പരിശീലിപ്പിച്ചില്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കുവാനുണ്ടെങ്കിൽ നമ്മൾ ആരും ഒന്നും പഠിക്കില്ല. ഇപ്പം എല്ലാ കാര്യത്തിലും ക്ലാസ്സുകളുണ്ട്. ഇപ്പം ജർമ്മൻ പഠിക്കാനായിട്ട് കുട്ടികളുണ്ട്, ഡ്രൈവിങ്ങിന് ക്ലാസ്സുകളുണ്ട്, കുക്കിംഗ് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ആരായാലൊക്കെ എന്തുതരം ക്ലാസ്സുകളൊക്കെ എല്ലാത്തിലും നമുക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ, സോഷ്യൽ മീഡിയ ക്ലാസ്സുകൾ, പലതരം ക്ലാസ്സുകളുണ്ട്. ഇതുകൊണ്ടാണ് നമ്മളെ എക്വിപ്ഡ് ആക്കാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ അധ്യാപകരും ഒപ്പം മാതാപിതാക്കളും, പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ, അവർ കാണിക്കുന്ന ഒരു വലിയ സ്നേഹം, ആ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വലിയൊരു സ്നേഹം, വലിയൊരു കരുതൽ, അവരുടെ ഒരു കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഒരു കോൺഫിഡൻസ്, ആ കുഞ്ഞുങ്ങളുള്ള കോൺഫിഡൻസ്, അതൊക്കെയാണ് നമ്മുടെ ഈ സ്ഥാപനം. 25 വർഷം യാത്ര ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ദൈവം നൽകിയ ഒത്തിരി കൃപകളുണ്ട്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇനിയും ഒത്തിരി മിടുക്കന്മാരും മിടുക്കികളും ഈ സ്കൂളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിനും ആത്മാവിനും കുളിർമയേകിയ സ്നേഹം നിറഞ്ഞ അച്ഛൻ്റെ അനുഗ്രഹ പ്രഭാഷണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. ദൈവസ്നേഹത്തിൻ്റെയും
കാരുണ്യത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിച്ച നമ്മുടെ വിദ്യാലയത്തിലെ കുരുന്നുകൾക്ക് വിദ്യയുടെ വെളിച്ചം പകർന്നു കൊടുത്ത പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ ആദരിക്കുന്ന പുണ്യനിമിഷമാണിത്. ഇന്ന് ഈ വേദിയിൽ ഏറ്റവും പവിത്രമായ ഒരു നിമിഷത്തിലേക്ക് നാം കടക്കുകയാണ്. സ്വന്തം ജീവിതം ഈ വിദ്യാലയത്തിലെ കുരുന്നുകൾക്കായി ഒഴിഞ്ഞുവെച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ ആദരിക്കുന്ന നിമിഷം. ഇന്ന് നമ്മുടെ സ്കൂളിന് ഇരട്ടി മധുരമുള്ള ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തെ വിജയത്തിന്റെ പടവുകളിലേക്ക് നയിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്മിത തന്റെ സേവനത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കി സിൽവർ ജൂബിലി നിറവിൽ നിൽക്കുകയാണ്. 40 വർഷത്തെ സുദീർഘമായ സേവനം പൂർത്തിയാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ മേഴ്സിയും ഇവരെ പൊന്നാടയണിയിച്ച് ആദരിക്കാനായി ബഹുമാനപ്പെട്ട വൈദികരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് സ്വീകരിക്കാനായി ബഹുമാനപ്പെട്ട സിസ്റ്റർ മേഴ്സിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ആദരവ് സ്വീകരിക്കാനായി സിസ്റ്റർ റോസ്മിതയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അറിവിന്റെ ലോകത്തിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തിയ ഈ ഗുരുശ്രേഷ്ഠന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ ആദരവാണിത്. വിദ്യാലയത്തോടുള്ള ഇവരുടെ സമർപ്പണത്തിന് മുന്നിൽ നമുക്കെല്ലാവർക്കും കയ്യടികൾ നൽകാം. നമ്മുടെ സ്കൂളിന്റെ അമ്മമാരായി തണലായി നിൽക്കുന്ന സിസ്റ്റേഴ്സിന് ഹൃദയം നിറഞ്ഞ ജൂബിലി ആശംസകളും നന്ദിയും നേരുന്നു. ഇനിയും ഒരുപാട് കാലം ഞങ്ങളെ നയിക്കാൻ സിസ്റ്റേഴ്സിന് ദൈവം ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താളത്തിനൊത്ത് ചുവട് വയ്ക്കാൻ അവർക്ക് വാക്കുകൾ വേണ്ട, വലിയൊരു മനസ്സ് മാത്രം മതി. ഇതാ നമ്മുടെ കൊച്ചുകൂട്ടുകാരായ ഈദൻ, ഏവൻ, സ്റ്റീവ് എന്നിവരുടെ മനോഹരമായ നൃത്തം. ഉഴൈറമ്പിൽ നമ്മൾ
വന്നതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. എത്ര മനോഹരമായ പ്രകടനം! ഇവരുടെ ഓരോ ചുവടും ഓരോ പുഞ്ചിരിയും നമുക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. ഒരിക്കൽ കൂടി ഇവർക്കായി നമുക്ക് വലിയൊരു കയ്യടി നൽകാം. അടുത്തതായി നമ്മുടെ ഈ വാർഷിക ആഘോഷവേളയിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായി അത്യന്തം ബഹുമാനപ്പെട്ട അതിഥിയെയാണ് നാം ക്ഷണിക്കുന്നത്. സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പാതയിലൂടെ നമ്മെ ഏവരെയും നയിക്കുന്ന സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തിന്റെ ബഹുമാനപ്പെട്ട പ്രൊഫസർ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ കാർമജിയോയെ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയറ്റ് വിൻസിഷൻ സെമിനാരി ഡയറക്ടർ ഉല്ലാസച്ച, മുനിസിപ്പൽ വാർഡന്മാരായ സിജി ഫോണി, ബിജു വരിക്കാരിക്കൽ, സ്നേഹമുള്ള പ്രിൻസിപ്പൽ സിസ്റ്റർ, മദർ സുപ്പീരിയർ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള ടീച്ചേഴ്സ്, കുഞ്ഞുമക്കളെ, ഒത്തിരി സന്തോഷത്തോടെയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. 1969 ബഹുമാനപ്പെട്ട കൈപ്പമ്പരാക്കലച്ചനായി സ്ഥാപിതമായ സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹം ഇന്ന് സന്തോഷത്തിലാണ്. കാരണം പാവപ്പെട്ട മക്കള് ദൈവത്തിൻ്റെ മക്കളാണെന്നും അവരിൽ ഈശോയെ ദർശിക്കണമെന്നും പഠിപ്പിച്ച ബഹുമാനപ്പെട്ട കൈപ്പമ്പലാക്കലച്ചൻ താഴേക്കിടയിലുള്ള മക്കളിലേക്ക് കടന്നു ചെല്ലണമെന്നും അവരാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരേണ്ടതെന്നും അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു. 40-50 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുമക്കളെ വീടിന്റെ പിറമ്പോക്കുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിലോ അടച്ചിട്ട് ലോകത്തിന്റെ വെട്ടം കാണാതെ വെളിച്ചം കാണാതെ ആ മക്കളെ ഒരു മൂലയിലേക്ക് മാറ്റുന്ന ഒരവസ്ഥയായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നു, ഈ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ഈ ഒരു മുറി കൊണ്ട്, ഒരു ഇരുട്ട് മുറി കൊണ്ട് അയൽവക്കത്തൊക്കെയുള്ള പല ഭവനങ്ങളിലും, അത് നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഒക്കെ ഒരു ദുഃഖമായിട്ടാണ് അല്ലെങ്കിൽ ഒരു നൊമ്പരമായിട്ടാണ് ആ കുഞ്ഞുങ്ങൾ. എന്നാൽ കാലം മുന്നോട്ട് പോയി ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഈ കുഞ്ഞുങ്ങൾ കടന്നു വന്നുവെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിനും നമ്മുടെ ഗവൺമെന്റിനും അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ രൂപത അധ്യക്ഷനും അതുപോലെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന വൈദികരും സന്യാസത്തിലേക്ക് കടന്നു വന്ന സിസ്റ്റേഴ്സും ഒക്കെ ഇതിന് മുൻകരുതലെടുത്തുകൊണ്ട് ഈ മക്കളെ സ്വന്തം മക്കളെ പോലെ കാണുവാനും അവരെ വികാരിയച്ഛൻ പറഞ്ഞ പോലെ പ്രൊമോട്ട് ചെയ്ത് വളരെ നന്നായ രീതിയിൽ ഈ മക്കളെ ശുശ്രൂഷിച്ച് ഞാൻ ഓർക്കുന്നു, ഞാനിവിടെ ഈ ഭവനം പണിതപ്പോൾ അല്ലെ ആദ്യത്തെ സുപ്പീരിയർ ആയിട്ട് ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. അന്ന് കടന്നു വന്ന കുഞ്ഞുങ്ങൾ പലരും ഉണ്ട്. അന്ന് അപ്പോയിന്റ്മെന്റ് അഡ്മിഷൻ എടുത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരേത് നിലയിലാണ് ഇങ്ങോട്ട് കടന്നു വന്നത്? ഇന്നിപ്പോൾ ആ മക്കൾ ഏത് തരത്തിലായി? സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും വളരെയേറെ സമ്മാനങ്ങൾ വാരിക്കൂട്ടി ലോകത്തിന്റെ മുമ്പിൽ വളരെ മികച്ച പ്രതിഭകളായിട്ട് മാറാൻ ഈ മക്കളെ പ്രാപ്തരാക്കിയത് മറ്റാരുമല്ല, ഇവിടുത്തെ പാവപ്പെട്ട സിസ്റ്റേഴ്സും ടീച്ചേഴ്സുമാണ്. അവരുടെ വലിയ അതുപോലെ തന്നെ അവർക്ക് പിൻബലമായിട്ട് ഈ മക്കളുടെ മാതാപിതാക്കളും മുന്നോട്ട് വന്നതുകൊണ്ടാണ്. അതുപോലെ ഈ സൊസൈറ്റി, ഈ സമൂഹം, പ്രത്യേകിച്ച് പാലാ മുനിസിപ്പാലിറ്റിയെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഓർക്കുന്നു, എത്രയോ പ്രാവശ്യം ഈ ഒരു സ്ഥാപനത്തിന് ടാക്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പേപ്പറിന് വേണ്ടി എത്രയോ നാളുകൾ നടന്നു. അപ്പോഴേ സെക്രട്ടറിമാർ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാ. അപ്പൊ ചോദിച്ചു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്തിനാ സിസ്റ്ററെ ഇവരെയൊക്കെ വളർത്തുന്നത്? ഒരു 25 വർഷം മുമ്പാ ഈ മക്കൾക്ക് ഇവരെ പഠിപ്പിച്ചുകൊണ്ട് എന്ത് നേടാനാ സൊസൈറ്റിക്ക് എന്ന് ഒരു ട്രിവാൻഡ്രത്ത് നിന്നുള്ളൊരു സെക്രട്ടറി സാറായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഒരു ദിവസം അവിടെ ഒന്ന് വരും. പല പ്രാവശ്യം പറഞ്ഞു. അവസാനം പറഞ്ഞപ്പോൾ ഇവിടെ വരാൻ വേണ്ടി മനസ്സ് കാണിച്ചു. അപ്പോൾ മനസ്സ് കണ്ടു. ഇവിടെ വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം സാറേ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാറിന്റെ പുറകെ നടന്നു. അപ്പോൾ ഇവരുടെ ആ ഇടപെടലും സ്നേഹവും കണ്ട് ഒരാഴ്ചക്ക് മുമ്പായിട്ട് ഇവിടെ സാങ്ഷനായി. അത് ഇപ്പോഴും ഓർക്കുകയാണ്. ഞാനും ജോസഫിയൊക്കെ വളരെ ദിവസങ്ങൾ, വളരെ നാളുകൾ ഇതിന്റെ പുറകെ പോയിട്ട്
ഇപ്പം മുനിസിപ്പാലിറ്റി ടാക്സ് എക്സ്റ്റെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ ശ്രദ്ധിക്കുന്നു. ഈ ഭവനത്തിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയും ചെയ്തു തരുന്നതിനും അതുപോലെ MLA സാറും അതുപോലെ തന്നെ ഇതിനു മുമ്പിരുന്ന MLA മാരും ഒക്കെ മന്ത്രിമാരും ഒക്കെ ഈ സ്ഥാപനത്തോട് ഒരു പ്രത്യേക കരുതൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിജി ടോണിയൊക്കെ എപ്പോഴും ഏത് കാര്യത്തിനും അവിടെ അടുത്ത് ചെന്നാലും ഒരു കാര്യത്തിനും പിന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ 25 വർഷങ്ങൾക്ക് മുമ്പ് സൊസൈറ്റിയിലേക്ക് ഇവരെ ഒന്ന് എടുത്ത് പ്രവേശിപ്പിക്കാൻ സമൂഹത്തിനും അതുപോലെ തന്നെ മേലേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം ഒരു പരിധി വരെ മാറിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് കടന്നുപോയ പിള്ളേർ കുടുംബജീവിതത്തിലേക്കും മറ്റ് ജോലി തലങ്ങളിലേക്കും ഒക്കെ വളർന്ന് വലുതായി മുന്നോട്ട് പോയ മക്കളുമുണ്ട്. അപ്പോൾ ഇവർക്ക് ഇന്ന് ഒരു കാര്യത്തിലും ഈ പിള്ളേരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും മിടുമിടുക്കന്മാരും മിടുമിടുക്കുകളുമായിട്ടാണ് ഇവർ ഈ ഓരോ ദിവസത്തെ ഈ മക്കളുടെ ഇവിടുത്തെ പെർഫോമൻസ് കാണുന്നത്. അപ്പോൾ വളരെ നന്നായിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇത്രമാത്രം കരുതലോടെയും സ്നേഹത്തോടെയും വളർത്തി വലുതാക്കാൻ ഇതിന് പിന്നിൽ നിൽക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്ററിനും അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഓരോരുത്തർക്കും ഇവിടുത്തെ ഈ ഭവനത്തിലെ സിസ്റ്റേഴ്സിനും ഈ പ്രദേശത്തിന് മുഴുവനും എൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും ഞാൻ അർപ്പിക്കുകയാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പലപ്പോഴും ഇവിടെ അന്ന് ഈ മതിലൊന്നുമില്ല. ഇപ്പോഴീ ഒന്ന് വന്ന് ഇവിടെ ഒന്ന് ഇറങ്ങി ഈ മുറിക്കകത്ത് അടച്ച് അല്ലെങ്കിൽ ഗേറ്റ് അടച്ചില്ലെങ്കിൽ അന്നേരം ചാടി റോഡിൽ പോകുന്നു, അവിടുന്ന് പിടിക്കുന്നു, ഇവിടുന്ന് പിടിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നും ഓടിപ്പോകുന്ന പിള്ളേരുണ്ട്. എന്നാലും അത്രമാത്രം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും വണ്ടി പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഈ പിള്ളേരെ അത്രമാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും ഈ ഭവനത്തിലെ അംഗങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയും അതുപോലെ തന്നെ ഈ മക്കളോട് കാണിക്കുന്ന കാരുണ്യം നമുക്ക് വീട്ടിൽ ഒരാളെ വഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലാന്ന് ഓർക്കണം. ഈ 10-100 അടുക്ക പിള്ളേരെ ഈ ടീച്ചേഴ്സ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഇതിനെല്ലാം ഉപരി നല്ല ദൈവത്തിന്റെ ആ കാരുണ്യമാണ് സ്ഥാപകനച്ഛൻ പഠിപ്പിച്ചതുപോലെ ഈ ഭാവങ്ങളിൽ അവരുടെ ഈശോയുടെ മുഖം ദർശിക്കുക. എങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷയൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോഴാ ഈ കുഞ്ഞുമക്കളിൽ ഈശോയുടെ മുഖം ദർശിച്ച് ഈ മക്കളെ ശുശ്രൂഷിക്കുന്നത് ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും നന്ദിയല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സംഗമത്തിന് ചൈതന്യമേകുന്ന വചനങ്ങളിലൂടെ ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻസ് ഡോക്ടർ സിസ്റ്റർ കാർമജിയോ അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അമ്മയുടെ പ്രാർത്ഥനയും കരുതലും എന്നും ഞങ്ങളുടെ വിദ്യാലയത്തിന് താങ്ങായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്തതായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ സോഫിയ മോൾ സജി, കൂടാതെ സ്നേഹാരാമിന്റെ കലാപ്രതിഭയും കൂടിയായ സോഫിയ മോളിനെ സമ്മാനം വാങ്ങുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് കൊടുക്കുന്നതിനായി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് ഡോക്ടർ സിസ്റ്റർ കാർമജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ വിദ്യാലയത്തിന്റെ മുൻപത്തെ ഓരോ ചുവടുവെപ്പിലും വികസന പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം ചേർന്ന് നിന്ന വ്യക്തിയാണ് നമ്മുടെ മുൻ വാർഡ് കൗൺസിലർ ശ്രീമതി സിജി ടോണി തോട്ടത്തിൽ. ഇന്നും നമ്മുടെ കുട്ടികളോടും ഈ സ്കൂളിനോടും സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ശ്രീമതി സിജി ടോണി തോട്ടത്തിലിനെ ഈ വേദിയിൽ ആശംസകൾ അർപ്പിക്കാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഈ ഒരു അവസരം തന്നതിന് തന്നെ ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. കൂടാതെ നമ്മുടെ 40 വർഷത്തെ ജൂബിലി ആഘോഷിക്കുന്ന മേഴ്സിയമ്മയ്ക്കും നമ്മുടെ 25ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന റോസ്മിതാമ്മയ്ക്കും ഇനിയും നിങ്ങളുടെ സേവനങ്ങൾ ഞങ്ങളുടെ നാടിന് ഒത്തിരി പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യവും ആയുസ്സും നമ്മുടെ ഈശോ തരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ കുട്ടികളുടെ റിപ്പോർട്ട് വായിച്ച റോസ്മിതാമ്മ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ ചെറിയ പാല എന്ന് പറഞ്ഞ സ്ഥലത്തെ ലോകത്തിൻ്റെ നെറുകയിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടത് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ കാരണമാണ്. ഒത്തിരിയേറെ സമ്മാനങ്ങൾ ഇതെല്ലാം എന്നെ വിളിച്ചറിയിക്കാറുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ കുട്ടികൾ എടുക്കുന്ന ഓരോ
ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ എടുക്കുന്ന ഓരോ എഫേർട്ടുണ്ട്, അത് നിസ്സാരമല്ല. കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു, ഇവർ നീന്താൻ പോകാനായിട്ട് കുറ്റിക്ക് വണ്ണം ഉള്ളത് കൊണ്ട് അവർ ഭക്ഷണമെല്ലാം നിയന്ത്രിച്ച് വണ്ണം കുറച്ച് വെയിറ്റ് കുറച്ച്, നമ്മുടെ മക്കൾ ബുദ്ധിയുള്ള മക്കളോട് പോലും ഭക്ഷണം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത ഈ പിള്ളേർക്കാണ് ഇവരെല്ലാം ഇത്രയും കാര്യമായിട്ട് ട്രെയിൻ ചെയ്യിക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വളരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങളിലാണ് ഇവർ നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത്. 2 മാസം മുമ്പ് ഞാൻ ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു. ഒരു ദിവസം വൈകിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ, എനിക്കിന്ന് പപ്പടം കൂട്ടിയേ ഞാൻ ചോറുന്നുള്ളൂ. ആ സെക്കൻഡിൽ പോയി പപ്പടം എടുത്തുകൊണ്ട് വന്ന് ആ കുട്ടിക്ക് ചോറ് കൊടുത്ത്. വേറെ കുട്ടിയുടെ പേര് മറന്നുപോയി, അവൾ പറഞ്ഞു എനിക്കിന്ന് പ്ലസ്മരിയാമ്മ വാരി തന്നെ. ആ സെക്കൻഡിൽ ഒരു മടിയും കൂടാതെയാണ് പ്ലസ്മരിയാമ്മ അവിടെ നിന്ന് വാരി കൊടുക്കുന്നത്. അങ്ങനെ ഓരോ കുട്ടികളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ സിസ്റ്റേഴ്സ് ഈ ചെയ്യുന്ന സേവനങ്ങൾ നിസ്സാരമല്ല. അത് ശരിക്കും ഭാഗ്യമാണ് നിങ്ങളുടെ കുട്ടികളെ ഇവിടെ ഏൽപ്പിച്ചത്. പിന്നെ നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും ഈ പാലാ നഗരസഭയിൽ തന്നെ ഏറ്റവും പേരില്ലാ ഇതായിട്ടിരിക്കുന്ന ഒരു നമ്മുടെ ഈ സ്നേഹാരം ഉണ്ട്. എന്നുവെച്ചാൽ പിന്നെ ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും ഓരോരോ രാജ്യങ്ങളിൽ പോയാണ് ഈ കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അവിടെ സ്വർണ്ണ മെഡലും വെള്ളി മെഡലും വെങ്കലും എല്ലാം മേടിച്ച് ഇവിടെ വരുന്നത്. പാലാ നഗരസഭയിൽ നിന്ന് എനിക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഈ പിള്ളേർക്ക് ഒരു പ്രോത്സാഹനം കൊടുത്തിട്ടില്ല. അതെനിക്കറിയാം. ഞാനത് പല ചെയർമാന്മാരോടും വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം ചെയർപേഴ്സൺ കയറി ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, ഈ പിള്ളേരെ അധികം ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഒരു റോസപ്പൂ ആണെങ്കിലും കൊടുത്ത് പാലാ നഗരസഭ ഈ പിള്ളേരെ അംഗീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ തീർച്ചയായിട്ടും ഈ വർഷം അങ്ങനെയുള്ള അംഗീകാരം നിങ്ങൾക്ക് തന്നിരിക്കും. ഒത്തിരി ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയും ധൈര്യവും ഈ ലോകത്തിന് മുഴുവനും പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 24ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ആനിവേഴ്സറിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നന്ദി. നമ്മുടെ വിദ്യാലയവുമായുള്ള പഴയ സ്നേഹബന്ധം ഓർമ്മിച്ചുകൊണ്ടുള്ള സ്നേഹം നിറഞ്ഞ വാക്കുകൾക്കും ആശംസകൾക്കും ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലറിന് ഹൃദയം നിറഞ്ഞ നന്ദി. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ബൃന്ദവാദ്യത്തിൽ 1ാം സ്ഥാനം നേടുകയും ഈ അധ്യയന വർഷത്തെ കലാതിലകമായി തിരഞ്ഞെടുക്കപ്പെട്ട വിപിൻ നൗഷാദിനെ സമ്മാനം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഈ സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമതി സിജി ടോണി തോട്ടത്തിനെ ക്ഷണിക്കുന്നു. കുട്ടികൾക്കും ഈ വിദ്യാലയത്തിനും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇരുപത്തിനാലാം വാർഷികം ആഘോഷിക്കുന്ന സ്നേഹാരാം സ്കൂളിൻ്റെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് മൂന്നാനി വികാരിയച്ചൻ ഫാദർ കുര്യൻ ആനന്ദാനം, ഈ വാർഷികം ഉദ്ഘാടനം ചെയ്ത പാലാ പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ കുമാരി ദിയ വിനോദ് പുളിക്കണ്ടം, ആശംസ അർപ്പിക്കുന്ന അനുഗ്രഹ പ്രഭാഷണം നടത്തിയ വിൻസെന്റ് സെമിനാറി ഡോക്ടർ ഡോക്ടർ ഉല്ലാസ് പട്ടണത്തിലച്ചൻ, റിപ്പോർട്ടർ അവതരിപ്പിച്ച പ്രിൻസിപ്പാൾ മാഡം, വേദിയിലും സാധ്യതയുള്ള വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഒരു സ്കൂളിൻ്റെ വാർഷികാഘോഷം എന്നത് കുട്ടികളുടെ പ്രതിഭയും പരിശ്രമവും ആഘോഷിക്കുന്ന മനോഹരമായ അവസരമാണ്. പഠനത്തിലും കലാകായിക മേഖലകളിലും മികവ് തെളിയിച്ച കുട്ടികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ നേട്ടത്തിന് പിന്നിൽ അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച അധ്യാപകരെയും പിന്തുണയും സ്നേഹം കൊടുത്ത രക്ഷകർത്താക്കളുടെയും മഹത്തായ പങ്ക് നമുക്ക്
മറക്കാൻ കഴിയില്ല. ഈ വാർഷികാഘോഷം ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ വീരാനുള്ള വഴികൾ തെളിയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ വാർഷികാഘോഷം ഈ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കും കുട്ടികളുടെ ഭാവിയിലുള്ള വളർച്ചയ്ക്കും പുതിയ വഴികൾ തെളിയിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ മെറീന ഡിജുവിനെ സമ്മാനം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് നൽകിയ സ്നേഹനിർഭരമായ വാക്കുകൾക്കും ആശംസകൾക്കും ബഹുമാനപ്പെട്ട കൗൺസിലർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അരങ്ങേറാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപ്രകടനമാണ്. നമ്മുടെ വിശിഷ്ട വ്യക്തികളോട് ഒത്തിരി സ്നേഹത്തോടെ തന്നെ സദസ്സിലേക്ക് ആയിരിക്കുവാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പിന്നിലല്ല എന്ന് തെളിയിക്കാൻ നമ്മുടെ കൊച്ചു പ്രതിഭകൾ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു. വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് അവർ ഇന്ന് ചുവടുകളിലൂടെയും സംഗീതത്തിലൂടെയും ഇവിടെ പ്രകടിപ്പിക്കും. പരിമിതികളില്ലാത്ത മനസ്സിന്റെ കരുത്തുമായി നിശ്ചയദാർഢ്യം താളമാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കലാവിരുന്നിന് ഇതാ തുടക്കമാകുന്നു. ഓരോ പ്രകടനത്തെയും വലിയൊരു കയ്യടിയോടെയും പ്രോത്സാഹനത്തോടെയും നിങ്ങൾ ജ്യേഷ്ഠരാജം ബ്രഹ്മണസ്പദ ആനശ്രിന്വന്നോതിവിസിത സാധകം സമഗമ സകല
വാക്കുകൾക്കതീതമായിരുന്നു നമ്മൾക്ക് ഈ കാഴ്ച. ലോകം ഇവർക്ക്
മദിരാക്ഷി
ചിറകിൽ നിറം കുടഞ്ഞുണരും കൊഞ്ചിയാട്ടം കനവിലൊരു തെന്നിയാട്ടം കൂട്ടുമാവാ കുറുമ്പൊതുക്കി കൂടവാവാ ചിറകിൽ നിറം കുടഞ്ഞുണരും കൊഞ്ചിയാട്ടം കനവിലൊരു തെന്നിയാട്ടം ദൂരെ ഒരു കുന്നോരം പകലിൻ പടവിൽ നിഴമായുമ്പോൾ ഇടമാന്തലിരുണ്ട് കുണുങ്ങും കുയിലായി കുറുകാൻ വാ മഞ്ഞക്കുഞ്ഞി തുമ്പിക്കൊപ്പം കൂടെ കൂടി പാടാനേതോ നാടൻ ശീലം മൂളി തന്നേ ചിറകിൽ നിറം കുടഞ്ഞുണരും കൊഞ്ചിയാട്ടം കനവിലൊരു തെന്നിയാട്ടം മേലെ കണിമഞ്ഞോരം മഴവില്ലൊളിയായി മറമാടുമ്പോൾ കളകാകളി മൂളി നടത്തും കുരുവി അരികിൽ വാ മഞ്ഞക്കുഞ്ഞി തുമ്പിക്കൊപ്പം കൂടെ കൂടി പാടാനേതോ നാടൻ ശീലം മൂളി തന്നേ വെള്ളാരം കിളികൾ വലം വെച്ചു പറക്കും വേനൽ മാസം മനസ്സിലിത് മഞ്ഞു മാസം കാണാ കാറ്റിൻ തണൽ തേടാം പതിരില്ല പഴമൊഴി പാട്ടുപാടാം വെള്ളാരം കിളികൾ വലം വെച്ചു പറക്കും വേനൽ മാസം മനസ്സിലിത്